അയച്ചിട്ടുണ്ട് ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി, എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണം ഉണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, ഇപ്പൊ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് വാങ്ങിക്കാനാണ്. ഓക്കെ, ഇപ്പോഴാണ് ഇന്ന് എത്രാം തീയതി ആയിട്ട് വെച്ച്? ഇന്ന് 24 ചേട്ടാ? നല്ല ആളോടാ ചോദിച്ചത്. ഇന്ന് 23-ാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രേണുസുതി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ബിഷപ്പ് അതുപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ നമ്മുടെ രേണുസുതി അവരുടെ സുഹൃത്തുക്കളോട് ചേർന്നുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ലൈവായിട്ടും അല്ലാതെയും വീഡിയോ ഇട്ടിട്ടും വളരെ മോശമായ രീതിയിൽ തെറിപ്പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു രക്ഷയുമില്ലാതെ അവസാനം താൻ ദാനമായി കൊടുത്ത ഭൂമിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അതുപോലെ തന്നെ 2 പേർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഒന്ന് നമ്മുടെ സുധിയുടെ മകനായ കിച്ചുവിനും അതുപോലെ തന്നെ രണ്ടാമത്തത് നമ്മുടെ രേണുസുതിക്കുമായിരുന്നു. കിച്ചു ഇതിൻ്റെ മുന്നേ തന്നെ ആ വക്കീൽ നോട്ടീസ് കൈപ്പറ്റുകയും അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ഭൂമി തന്ന അച്ഛനോടും അതുപോലെ തന്നെ വീടുണ്ടാക്കി തന്ന ഫിറോസ് കോയോടും എനിക്ക് അങ്ങേയറ്റത്തെ ബഹുമാനമാണ് എന്നും അവരുമായിട്ട് ഞാനിപ്പോൾ നല്ല ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ കിച്ചുവിൻ്റെ വീഡിയോ. എന്നാൽ രേണുസുതി അതിനൊന്നും ചെവി കൊടുത്തിരുന്നില്ല. വളരെ മോശകരമായ രീതിയിൽ അച്ഛനെയും അതുപോലെ തന്നെ അത് ഉണ്ടാക്കി കൊടുത്ത ഫിറോസ് കായയെ കുറിച്ച് പറയാത്ത ഒരു തെറിയും മലയാള ഭാഷയിൽ ഇനി നിഘണ്ടുവിൽ തന്നെ കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രമാത്രം പ്രയാസമേറിയ ഒരു സന്ദർഭത്തിലൂടെയാണ് അച്ഛൻ കടന്നു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും എല്ലാം തന്നെ അധിക്ഷേപിച്ച് നമ്മുടെ രേണുസുതി സംസാരിച്ചിരുന്നു. അതിനെല്ലാമുള്ള മറുപടി എന്ന നിലക്കാണ് അച്ഛൻ ഏതായാലും ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏതായാലും രേണുസുതി ആ വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷം എന്താണ് പറയുന്നത് നമുക്ക് ആദ്യമായിട്ട് അതൊന്ന് കേൾക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് വാങ്ങിക്കാനാണ്. ഓക്കെ, ഇപ്പോഴാണ് ഇന്ന് എത്രാം തീയതി ആയിട്ട് വെച്ച്? ഇന്ന് 24 ചേട്ടാ? നല്ല ആളോടാ ചോദിച്ചത്. ഇന്ന് 23-ാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറെ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറെ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രേ അടച്ച് തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്ന് വായിച്ചിട്ടില്ല. ഇത് കുറെ ബ്ലോഗർമാരെടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇത് ബിഷപ്പ് അയച്ചു കൊടുത്തതാണോ എന്നറിയത്തില്ല, നേരത്തെ നമുക്കറിയില്ല. എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ്. ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം. ബ്ലോഗർമാർക്ക് തന്നെയാണ് കൊടുത്തത്. ബ്ലോഗർമാർക്ക് തന്നെ ബിഷപ്പ് കൊടുത്തായിരിക്കും. എന്നിട്ടാണ് എനിക്ക് അയച്ചതെന്ന് തോന്നുന്നത്. കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ സുധി ലയത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബ്ലോഗർമാരിട്ട് അലക്കുന്ന കണ്ട്. എന്തായാലും എനിവേ ഞാനിത് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ്. എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത്. ഏതായാലും വക്കീൽ നോട്ടീസ് കൈപ്പറ്റിയതിന് ശേഷവും ആരോപണങ്ങൾക്ക് യാതൊരു കുറവും നമ്മുടെ രേണുസുതി വരുത്തുന്നില്ല. അതിലും അച്ഛനെ വളരെ മോശമായ രീതിയിൽ തന്നെയാണ് രേണുസുതി സംസാരിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ രേണുസുതി ഈ 23-ാം തീയതിയാണ് ഈ വക്കീൽ നോട്ടീസ് രജിസ്റ്റേർഡായി അയച്ചത് കൈപ്പറ്റിയത്. അതിൻ്റെ മുന്നേ തന്നെ ബ്ലോഗർമാർക്ക് അച്ഛൻ ഇത് ചോർത്തി കൊടുത്തു എന്ന് പറയുന്ന ഒരു ആരോപണം കൂടി ഇതിൻ്റെ മുന്നേ രേണുസുതി ഉന്നയിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പേ അയച്ച വക്കീൽ നോട്ടീസ് ഏതായാലും കിച്ചു കൈപ്പറ്റിയപ്പോൾ തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചാനലിൽ വന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എല്ലാവരും റിയാക്ട് ചെയ്തിരുന്നു, നമ്മളും വന്ന് കണ്ടിരുന്നു. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഏതായാലും അച്ഛൻ ഈ ഒരു കാര്യം ബ്ലോഗർമാർക്ക് അറിയിച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യമില്ല. അച്ഛൻ ഇത് പൊതു സമൂഹത്തിലേക്ക് ഈ വിഷയങ്ങൾ അറിയിച്ചിട്ടില്ല എങ്കിൽ ചിലപ്പോൾ രേണുസുതി ഈ ഒരു കാര്യം കൈപ്പറ്റി മിണ്ടാതിരുന്നാൽ തീർച്ചയായിട്ടും ആൾക്കാർ അത് മനസ്സിലാക്കാതെ പോകും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛൻ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ കോപ്പി അയച്ചു കൊടുത്തത് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും രേണുസുതിയുടെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ രേണുസുതിയോടുള്ള ഇഷ്ടം കൊണ്ടല്ല ആ ഭൂമി കൊടുത്തത് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സുധി എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അദ്ദേഹം സമൂഹത്തിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലം ഒരുപാട് സ്കിറ്റുകളും കോമഡി കഥാപാത്രങ്ങളും എല്ലാമായിട്ട് മലയാളികളുടെ മുന്നിൽ കിണഞ്ഞ് ശ്രമിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്, അതുപോലെ തന്നെ ആസ്വദിച്ചതാണ്. അതിനോടും അതുപോലെ തന്നെ അവരുടെ മക്കളോടുമുള്ള ഒരു കടപ്പാട് എന്ന നിലക്കാണ് അച്ഛൻ ആ ഭൂമി ദാനമായിട്ട് ആ കുടുംബത്തിന് കൊടുത്തത്. നന്ദി കൊടുത്തില്ലെങ്കിലും നന്ദി പറഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും അദ്ദേഹത്തിനോടൊരു കടപ്പാട് തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും അതുപോലെ തന്നെ കിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ
കിച്ചു ഒരിക്കലും അദ്ദേഹത്തെ മോശമായിട്ട് ഇകത്തി സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ലൈവിലിരുന്ന് അച്ഛനെ വിളിക്കാത്ത ഒരു തെറിയും ഇനി ഭൂമി മലയാളത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. തീർച്ചയായിട്ടും അച്ഛന് അത് അദ്ദേഹത്തിൻ്റെ സൽപ്പേരിനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനുമെല്ലാം ഭംഗം വരുത്തുന്ന രീതിയിലാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കോപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളും ഉണ്ടായത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും രേണുസുതി അത് അവസാനിപ്പിക്കുക തന്നെ വേണം. സമൂഹ മാധ്യമങ്ങളിൽ നടത്തുന്ന ഇത്തരം പേക്കൂത്തുകൾ തീർച്ചയായിട്ടും പിൻവലിച്ചുകൊണ്ട് മാപ്പ് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ വക്കീൽ നോട്ടീസ് ഏതായാലും നമ്മുടെ രേണുസുതി രജിസ്റ്റേർഡ് ആയിട്ട് കൈപ്പറ്റിയതിന് ശേഷമുള്ള രംഗങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോഴും മോശകരമായ രീതിയിലും അതുപോലെ തന്നെ അച്ഛനെ ആക്ഷേപിച്ചും സംസാരിക്കാൻ തന്നെ ആണ് നമ്മുടെ രേണുസുതി സമയം ചെലവഴിക്കുന്നത്. പക്ഷേ രേണുസുതി ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പുതിയ അലിഗേഷൻസ്, ഒരാളുടെ കുടുംബം കലക്കാൻ പോകുന്ന രീതിയിലേക്കുള്ള ഒരു പുതിയ ആരോപണം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അത് മറ്റാർക്കുമല്ല, നമ്മുടെ KHDFC ചെയർമാനായ നമ്മുടെ ഫിറോസ് ഖയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചുമെല്ലാം മോശമായ രീതിയിലുള്ള പരാമർശങ്ങൾ നമ്മുടെ ഫിറോസ് ഖയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും ആരോഗ്യകരമായ ഒരു സംഭാഷണമല്ല എന്ന് നമ്മളും പറയുന്നു. പക്ഷേ അതിന് ശേഷം രേണുസുതി പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലൊരു കനൽ കൂരിയിടുന്നത് തന്നെയാണ്. ഞാനും ഫിറോസ് ഖയും തമ്മിലുള്ള സംഭാഷണങ്ങൾ വളരെ സൗഹൃദപരമായിരുന്നു എന്നും അത്തരത്തിൽപ്പെട്ട മെസ്സേജുകൾ എൻ്റെ കൈവശമുണ്ട് എന്നും ഞാൻ ഫിറോസ് ഖാക്കും അയച്ചിട്ടുണ്ട്. മെസ്സേജുകൾ ഫിറോസ് ഖാ എനിക്കും അയച്ചിട്ടുണ്ട്. അത്തരം സീക്രട്ട് ചാറ്റുകൾ വേണ്ടി വന്നാൽ ഞാൻ പുറത്തുവിടുമെന്ന രീതിയിലുള്ള ഒരു ഭീഷണിയാണ് നമ്മുടെ രേണുസുതി ഇപ്പോൾ പുറത്ത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട ഒരു കാര്യം പുറത്തു വന്നതോടുകൂടി സമൂഹ മാധ്യമങ്ങളിൽ ഫിറോസ് ഖാക്കെതിരെയും മോശകരമായ കമൻറ്റുകളും വീഡിയോകളും വന്നു തുടങ്ങി എന്നുള്ളതാണ്. എന്താണ് രേണുസുതി പറഞ്ഞത്? നമുക്കതൊന്ന് കേൾക്കാം. അതെ, KHDC ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ കണ്ടല്ലോ, എന്റെ അപ്പനെ എന്നെ നാറി ചെറ്റ എന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റ ആയത്? ഓർമ്മയുണ്ടോന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലേ രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി എന്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്? നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എന്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല. ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായിട്ടും ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തക്കതായ ഒരു വീഡിയോ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഫിറോസ് ഖാ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുടുംബവുമായി ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. അദ്ദേഹം KHDFC എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സൽപ്പേർ ഉയർത്താൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് കൂടുതൽ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു നന്മ, ഒരു സേവനം എന്ന നിലക്കാണ് നമ്മുടെ രേണുസുതി അടങ്ങുന്ന നമ്മുടെ സുധി ഫാമിലിക്ക് അവിടെ ഒരു സുധി നിലയം എന്ന് പറയുന്ന ഒരു വീട് വെച്ച് കൊടുത്തത്. ആ വീട് വെച്ച് കൊടുത്തതുമായും അദ്ദേഹത്തിന് കേൾക്കാത്ത ഒരു തെറിയുമില്ല. വീട് ചോർന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ വന്നുകൊണ്ട് കൈകൊട്ടിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ആക്ഷേപിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം ക്യാമറയുമായിട്ട് സമൂഹ മാധ്യമങ്ങളെല്ലാം അവരുടെ വീട്ടിൽ പോയി. ആ വീട്ടിന് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. തങ്കച്ചൻ എന്ന് പറയുന്ന രേണുസുതിയുടെ അച്ഛൻ മാന്തി പൊളിച്ച വീടിൻ്റെ കഷ്ണങ്ങൾ ഒഴിച്ച് ബാക്കി ഒരു പ്രശ്നവും ആ വീട്ടിൽ എവിടെയും ഉണ്ടാക്കിയത് നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹം തന്നെ ഇൻ്റർവ്യൂ കൊടുക്കുന്നതും സമൂഹ മാധ്യമങ്ങൾ വന്നിരുന്നു കൊണ്ടിട്ട് ആദ്യം തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് വീടുണ്ടാക്കിയത്. അതിനുശേഷം പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് എങ്ങനെയെങ്കിലും വീട് പണി തീർത്തത് ഫിറോസ് ഖാ എന്ന ഒരുപാട് അലിഗേഷൻസ് അവരുടെ അച്ഛൻ വന്ന് പുറത്ത് പറഞ്ഞ് നമ്മൾ കണ്ടു. പക്ഷേ അത്തരത്തിലുള്ള ഒരു പ്രശ്നവും ആ സുധീനത്തിന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനുശേഷം 2 മൺസൂണും കാര്യങ്ങളും എല്ലാം ഇവിടെ കഴിഞ്ഞെങ്കിലും ആ വീടിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു ചിമ്മാനി പാറുന്ന ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചാണ് നമ്മുടെ രേണുസുതി ഒരു 500 രൂപയ്ക്ക് ഒരു ഗ്ലാസ് അട വാങ്ങിയിടുന്നതിന് പകരം വീട് ചോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശകരമായ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വന്ന് നടത്തിയത്. അതിനെതിരെയായിരുന്നു ഫിറോസ് ഖാ പ്രതികരിച്ചത്. അത്തരത്തിൽപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫിറോസ് ഖായും രേണുസുതിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കഴിയുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ രേണുസുതി ഫിറോസ് ഖാക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരത്തിൽപ്പെട്ട എന്തോ ഒരു ചാറ്റിംഗ്, എന്തോ ഒരു സൗഹൃദം രേണുസുതിയുമായിട്ട് മുമ്പുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്ന രീതിയിലുള്ള വ്യാഖ്യാനമാണ് രേണുസുതിയുടെ വാക്കിൽ നിന്ന് ആൾക്കാർക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുക. തീർച്ചയായിട്ടും എന്താണ് നടന്നത്, ഏത് തരത്തിലുള്ള ചാറ്റാണ് ഇവർക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് എന്ന് തീർച്ചയായിട്ടും രേണുസുതിയും അതുപോലെ തന്നെ ഫിറോസ് ഖായും പുറത്തുവിടുന്നതാണ് എന്തുകൊണ്ടും അഭികാമ്യം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അവരൊരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളിതെടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പല രീതിയിലുള്ള
വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ അത് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കാനും എല്ലാം സാധ്യത കാണുകയാണ്. തീർച്ചയായിട്ടും ഫിറോസ് ഖാൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടൊന്നും വന്നിട്ടില്ല. ഏതായാലും രേണുസുതി പറഞ്ഞു വെച്ച കാര്യങ്ങൾ സമൂഹത്തിൽ ഒരുപാട് സംശയങ്ങൾക്ക് ഇടപകരുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനുശേഷം ബിഷപ്പിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ച് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. നമുക്കതുകൂടി കാണാം. ബിഷപ്പിന്റെ കാര്യത്തിൽ വീട്ടിൽ പോയിട്ട് നോക്കിയിട്ട് വിശക്കുന്നുണ്ട് ഞാൻ കഴിച്ചു. ബിഷപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. അതെ, ബിഷപ്പ് എന്ന് കേട്ടാൽ എനിക്ക് ബിഷപ്പ് എന്നാണ് ചെവി കേൾക്കുന്നത് പെട്ടെന്ന്. അതാ ചോദിച്ചത്. വിശക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു പ്രശ്നത്തിന് ശേഷവും രേണുസുതിക്ക് യാതൊരു മയവുമില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മുടെ ഭൂമി കൊടുത്ത ബിഷപ്പിനെ പറിച്ച് ചോദിക്കുന്ന സമയത്ത് വീണ്ടും ബിഷപ്പാണോ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുന്നതാണ് നമ്മൾ കണ്ടത്. രേണുസുതി തീർച്ചയായിട്ടും നല്ലൊരു രീതിക്ക് ഈ പ്രശ്നം തീർക്കാനുള്ള ഒരു ഉദ്ദേശം രേണുസുതിക്ക് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയാത്ത പക്ഷം തീർച്ചയായിട്ടും നിയമ നടപടിയുമായി നമ്മുടെ അച്ഛൻ മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ആ സുധീനുമായി ബന്ധപ്പെട്ട വീടിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വരും ദിവസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ വരുന്ന സമയത്ത് നമുക്ക് പ്രതികരിക്കാം. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.